ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതൊട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ ഹൈലി റിയാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുക, അവരെ ബ്ലെയിം ചെയ്യുന്നതായിട്ടും അവരെ ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുന്നതായിട്ടൊക്കെ തോന്നുമ്പോൾ വരുന്ന ഒരു റിയാക്ഷനാണ് പലപ്പോഴും ഈ പറഞ്ഞ റിയാക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. സോ ഈ ഒരു പാറ്റേൺ ഒരു കപ്പിളിൻ്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ രണ്ടുപേരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയുന്നതിനൊരു രീതി ഉണ്ടെന്ന് പറയും. ഒരു രീതി എന്നല്ല, പക്ഷെ നമ്മൾ പൊതുവെ കപ്പിൾ തെറപ്പിയിലൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് മറ്റ് പാർട്ട്ണറിനെ പോയിന്റ് ഔട്ട് ചെയ്യാതെ, അതായത് ബ്ലെയിം ചെയ്യാതെ നമ്മുടെ ഫീലിംഗ് മാത്രമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇത് പറയും, ഐ ഫീൽ ഐ നീഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് നീ എന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ദ അതർ പേഴ്സൺ വിൽ ഡിഫെൻഡ്. നമുക്ക് ആർക്കും നമ്മൾ ബ്ലെയിം ചെയ്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇൻസ്റ്റെഡ് ഐ ക്യാൻ സേ മൈ ഫീലിംഗ്സ് അലോൺ. ഇങ്ങനെ സംഭവിച്ച സമയത്ത് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു ആൻഡ് നെക്സ്റ്റ് ടൈം നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ദാറ്റ്സ് വാട്ട് ഐ നീഡ് എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ പറയണം എന്നല്ല, പക്ഷേ ദിസ് ഇസ് സംതിങ് ദാറ്റ് വർക്ക്സ്. സോ ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയാണ് ഫീൽ ചെയ്ത്, അപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആപ്റ്റ് ആവും എന്നുള്ളത്. സോ അവിടെ ആ ബ്ലെയിം എന്നുള്ളത് മാക്സിമം കുറച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് യൂഷ്വലി വർക്ക്സ് എന്നുള്ളതാണ്.